എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള MBBS BDS കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ നാളെ രാത്രി 11:59 അവസാനിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നാളെ രാത്രി 11:59 മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ ഓപ്ഷനുകൾ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ സർക്കാർ കോളേജിലെയും സ്വാശ്രയ കോളേജിലെയും 2024 വർഷത്തെ ഈ ഒരു MBBS BDS കോഴ്സിലേക്കുള്ള സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ MBBS BDS കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ MBBS BDS കോഴ്സിന് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുന്നതാണ്. അതായത് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഇതുവരെ ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, വേണ്ടാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കൽ എന്നിങ്ങനെയുള്ള അവസരങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒന്നാം ഘട്ട MBBS BDS കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ചവരും അതായത് ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താതെ MBBS BDS വിഭാഗങ്ങളിലുള്ള ഹയർ ഓപ്ഷനുകൾ റദ്ദാകുമെന്നതിനാൽ ഭാവിയിൽ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതല്ല. എന്നാൽ രണ്ടാം ഘട്ട ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് അതായത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും MBBS BDS കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ആ ഒരു സീറ്റിൽ താല്പര്യമില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് TC വാങ്ങിച്ച് 18-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് TC വാങ്ങിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ TC വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വാളയാർ കോളേജിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജനറൽ വിഭാഗത്തിൽ ഏകദേശം 7,05,805 രൂപയും NRI സീറ്റ് ആണെങ്കിൽ ഏകദേശം കോർപ്പസ് ഫണ്ട് ഉൾപ്പെടെ അതായത് ഫീസ് വരുന്നതാണ്. അതായത് ഈ ഒരു NRI സീറ്റ് ആണെങ്കിൽ ഏകദേശം 20,86,400 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് താൽക്കാലികമാണ്. ഈ വർഷം പുതുക്കിയ ഫീസ് വരുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ 18-ാം തീയതി രാത്രി 11:59 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. 19-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 20-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതായത് മെയിൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 21 മുതൽ 26-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെയും മറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകം ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസും കാര്യങ്ങളൊക്കെ അതുപോലെ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും അതുപോലെ തന്നെ പഠനം തുടരുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. NRI കോട്ട പ്രവേശനത്തിനായിട്ട് കാലാവധി കഴിഞ്ഞതോ കയ്യാറായതോ ആയിട്ടുള്ള വിസ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളവരിൽ സ്പോൺസറിൽ നിന്നുള്ള സത്യാമൂലം സമർപ്പിച്ചിട്ടുള്ളവർക്ക്, അതായത് സ്പോൺസറിൽ നിന്നുള്ള ആ ഒരു ഉറപ്പ് സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നിശ്ചയിക്കുന്ന MBBS BDS കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലുള്ള ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായിട്ട് കാലാവധിയുള്ള വിസ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സമർപ്പിക്കാത്ത പക്ഷം NRI കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുകയാണെങ്കിൽ പ്രസ്തുത അലോട്ട്മെൻറ്റും റദ്ദ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.